രഞ്ജുവാണേ, വെൽക്കം ടു ടൂസ് ഓൺ ബോർഡ്. നമ്മൾ വിദേശയാത്ര നടത്തുന്ന എല്ലാവരുടെയും കയ്യിൽ പാസ്പോർട്ട് ഉണ്ടാവും. ഈ പാസ്പോർട്ടിന്റെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. നമ്മുടെ പാസ്പോർട്ടിന് 30 പേജോ 60 പേജോ ഉണ്ടാവും. നമ്മൾ എടുക്കുന്ന സമയത്ത് എത്രയാണോ ചൂസ് ചെയ്യുന്നത് അതനുസരിച്ച് നമുക്ക് പാസ്പോർട്ട് കിട്ടും. ഇന്ത്യയുടെ പാസ്പോർട്ടിന്റെ സ്ഥാനം 85-ാമതാണ്. അതായത് 57 രാജ്യങ്ങൾ നമുക്ക് ഓണറബിൾ തരുന്നു. അപ്പോൾ വേൾഡിൽ ഫസ്റ്റ് റാങ്കിങ് ഉള്ളത് സിംഗപ്പൂരാണ്. സിംഗപ്പൂരിന്റെ പാസ്പോർട്ടാണ്. സിംഗപ്പൂർ 195 രാജ്യങ്ങൾ ഓണറബിള് കിട്ടുന്നുണ്ട്. 195 രാജ്യങ്ങൾ സിംഗപ്പൂർ പാസ്പോർട്ടായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഓണറബിൾ കിട്ടും. അതുകൊണ്ട് തന്നെ റാങ്കിങ്ങിൽ ഫസ്റ്റ് അവരാണ്. അപ്പോൾ ഇന്ത്യയുടെ പാസ്പോർട്ട് എത്ര ടൈപ്പ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈപ്പ് പി പാസ്പോർട്ടാണ്. കോമൺ സിറ്റിസൺസിനെല്ലാം ഉള്ള നമ്മുടെ കയ്യിലുള്ള ബ്ലൂ കളറിലുള്ള പാസ്പോർട്ടാണ് ഇതുള്ളത്. പേര് പേഴ്സണൽ ആണ് എങ്കിലും നമ്മുടെ പേഴ്സണൽ അല്ല, ഇത് ബിലോങ്സ് ടു ഇന്ത്യ ഗവൺമെന്റ് ആണ്. ഇന്ത്യ ഗവൺമെന്റ് പ്രോപ്പർട്ടി ആണ് പാസ്പോർട്ട്. അതുകൊണ്ടാണ് നമുക്ക് ഫൈൻ വരുന്നത് ഇത് മിസ്സായാലോ ഡാമേജ് ആയാലോ. അടുത്തതായിട്ട് എസ് ടൈപ്പ് പാസ്പോർട്ടാണ്. ഇത് സർവീസ് പാസ്പോർട്ട് എന്ന് പറയും. വൈറ്റ് കളറിലായിരിക്കും ഉള്ളത്. ഗവൺമെന്റ് സർവീസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പാസ്പോർട്ടാണ്. അത് ഗവൺമെന്റിന്റെ ഹൈ ഒഫീഷ്യൽസ്, അതായത് IAS, IPS, IFS, പിന്നെ ആംഡ് ഫോഴ്സിന്റെ ഒഫീഷ്യൽസിന് വരെ ഈ പാസ്പോർട്ടാണ് ഗവൺമെന്റ് കൊടുക്കുന്നത്. ഗവൺമെന്റിന്റെ ആവശ്യങ്ങൾക്ക് വിദേശത്ത് പോകാനും ഒക്കെ ഈ വൈറ്റ് പാസ്പോർട്ടാണ് ഉപയോഗിക്കുന്നത്. മൂന്നാമതായിട്ട് ടൈപ്പ് ഡി പാസ്പോർട്ടാണ്. ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് എന്ന് പറയും. അതായത് മെറൂൺ കളറിലുള്ള പാസ്പോർട്ടാണ്. ഇത് MP-മാര്, സെൻട്രൽ മിനിസ്റ്റേഴ്സ്, അതേപോലെ ഡിപ്ലോമാറ്റ്സ് ആയിട്ട് പോകുന്നവർക്ക്, അതായത് ഇവിടുത്തെ അംബാസിഡേഴ്സിന്, കോൺസുലേറ്റ് ജനറലിന്, ഇവർക്ക് കൊടുക്കുന്ന പാസ്പോർട്ടാണ് മെറൂൺ കളറിലുള്ള ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർക്ക് എമിഗ്രേഷൻ ഒന്നും ആവശ്യമില്ല, നേരെ ഫ്ലൈറ്റിൽ പോയി കയറിയാൽ മതിയാവും. ഇതിന് എവിടെയും ഒരു വെയിറ്റിംഗ് ഇല്ലാത്ത ഒരു പാസ്പോർട്ടാണ് ഇത്. അത്രയും പ്രയോറിറ്റി ഉള്ള പാസ്പോർട്ടാണ് ഈ മെറൂൺ പാസ്പോർട്ട്. പിന്നെ അതല്ലാതെ വേറെ പാസ്പോർട്ട് ഉണ്ട്, ഓറഞ്ച് പാസ്പോർട്ട്. ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. ഇത് എമിഗ്രേഷൻ ക്ലിയറൻസ് വേണ്ടവർക്ക്, അതായത് 10ാം ക്ലാസ് ജയിക്കാത്തവർക്ക് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് വിഭാവനം ചെയ്തൊരു പാസ്പോർട്ടായിരുന്നു ഓറഞ്ച് കളറിലുള്ള പാസ്പോർട്ട്. ഇതുവരെ ഇറങ്ങിയിട്ടില്ല. എതിർപ്പുകൾ മൂലം ഇത് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പാസ്പോർട്ട് വിശേഷങ്ങളായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. വീണ്ടും ഒരു ട്രാവൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് നല്ലൊരു വിദേശയാത്ര ആശംസിക്കുന്നു. ഓക്കെ, ബൈ.